ഹലോ എവ്രിവൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മുടെ മൈൻഡ്ഫുൾ ഇൻസൈറ്റ് വീക്ക്ലി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരാം. പിന്നെ നമ്മുടെ മെഡിറ്റേഷൻ എന്നും പോലെ തന്നെ നമുക്ക് ലാസ്റ്റിലായിരിക്കും മെഡിറ്റേഷൻ ഉണ്ടായിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ സെഷനിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. നമ്മള് ഒരുപാട് ദിവസമായിട്ട് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ കുറച്ച് ഡേയ്സ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അല്ലെ, മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് 40 ഡേയ്സിന്റെ. ഓൾമോസ്റ്റ് 32 ഡേയ്സ് ആയി നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് തൊട്ടേ ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ആണ് അല്ലെ, എനർജി ബ്രേത്ത് മെഡിറ്റേഷൻ, ബ്രേത്തിങ് എക്സസൈസ്, ബ്രേത്ത് മെഡിറ്റേഷൻ എന്നുള്ളത്. അപ്പൊ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകത, ഈ ബ്രേത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്. കാരണം അത് ചെയ്യുന്ന സമയത്ത് വല്ലാത്ത എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്നുണ്ട്, തോട്ട്സിൽ നമ്മൾ ഒരുപാട് ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്റ്റോപ്പ് ആവുന്നുണ്ട്, ഈ തോട്ട്സ് കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതെന്താ, ഇതിനെ കുറിച്ചിട്ട് ഒരു സെഷൻ എടുക്കുമോ എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് അതിനെ കുറിച്ചിട്ടും കൂടി ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ എല്ലാവരും സെഷന് വേണ്ടിയിട്ട് റെഡി ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരൊക്കെ മാക്സിമം വീഡിയോ മോഡിൽ തന്നെ വരാം. ഓക്കെ, യെസ്. അപ്പോ ബ്രേത്ത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ എനർജി ബ്രേത്ത് മെഡിറ്റേഷൻ എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ ഓൾറെഡി നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ട്. പക്ഷെ എന്താണ് ഒരു ബ്രീത്തിങ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് അല്ലെ, ഓരോ ഈച്ച് ആൻഡ് എവറി സെക്കൻഡിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ശ്വാസം എടുത്തോണ്ടിരിക്കുന്നുണ്ട്, ശ്വാസം പുറത്തേക്ക് വിട്ടോണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കുറെ അറിഞ്ഞു ചെയ്യുന്നതിനേക്കാൾ കൂടുതലും നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ശ്വാസം എന്ന് പറയുന്നത് എന്താണ്, ഈ ബ്രീത്തിങ് എന്ന് പറയുന്നത്? ശരിക്കും ഈ ബ്രീത്തിങ് എന്ന് പറയുന്നത് നമ്മളും ഈ യൂണിവേഴ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ, ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബ്രീത്തിങ് എന്നുള്ളത്. ഈ യൂണിവേഴ്സും നമ്മളെ ചുറ്റുപാട്, നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ ഈ പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്നുള്ളത് ഈ ബ്രീത്തിങ്ങിലൂടെയാണ് ഉള്ളത്. അപ്പൊ ഈ ബ്രീത്തിങ് എന്നുള്ളത് നമ്മളെ ജീവന്റെ താളമാണ്, നമുക്ക് ജീവൻ ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു അടയാളാണ് ശരിക്കും ബ്രീത്തിങ് എന്നുള്ളത് അല്ലെ. അപ്പോ നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സാധാരണ ഏത് മെഡിറ്റേഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അപ്പൊ പല മെഡിറ്റേഷൻസ്, പല പ്രോഗ്രാമുകൾ കാര്യങ്ങൾ ചെയ്ത് പല തരത്തിലുള്ള മെഡിറ്റേഷൻസ് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ നിങ്ങൾ ഏത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ മെഡിറ്റേഷനൊക്കെ മുന്നേ രാവിലെ എണീറ്റ ഉടനെ ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് എന്നുള്ളത്. അപ്പൊ ഈ ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് വഴി ചിലപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്, പലർക്കും പറയുന്നുണ്ട് ആ മെഡിറ്റേഷന്റെ ഒരു ഫീലിലേക്ക് പോകുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പൊ നമ്മള് ഈ മെഡിറ്റേഷൻ എന്നുള്ളത് ശരിക്കും എന്താണ്, ഒരു ആർട്ടാണ്, ഒരു കലയാണ്. നമ്മൾക്കതിങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് ആ മെഡിറ്റേഷന്റെ ഫീലിലേക്കും ഒക്കെ അതിന്റെ ബെനിഫിറ്റിലേക്കും ഒക്കെ നമ്മൾ കടക്കാറ്. അതൊരു 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യമല്ല. പക്ഷെ ഈ ബ്രീത്തിങ് മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് മെഡിറ്റേഷൻ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. കാരണം ബ്രീത്തിങ് മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസുകളിലൂടെ നമ്മുടെ ബോഡി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ റിലാക്സേഷനിൽ നിന്നുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആൽഫ സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും, മെഡിറ്റേഷൻ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മെഡിറ്റേഷൻ എന്നുള്ളത് ഇപ്പൊ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞു 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് വേണം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ എടുക്കാൻ എന്നുള്ളത്. പക്ഷെ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി അതിന്റെ എന്ത് ചെയ്യും, ദൈർഘ്യം കുറയും. അത്രയും സമയം വേണ്ടിയല്ല മെഡിറ്റേഷൻ ഒന്ന് നമുക്ക് മെഡിറ്റേഷനിൽ എക്സ്പെർട്ട് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെഡിറ്റേഷന്റെ ആ ഫീല് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ബ്രീത്തിങ് എക്സസൈസ് ഡെയിലി, ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്നില്ലെങ്കിലും ഡെയിലി ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പലതരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ ഉണ്ട്, നമ്മളെ പ്രാണായാമ, അതേപോലെ കപാൽപാതി പറയുന്ന പലതരത്തിലുള്ള ബ്രീത്തിങ് മെഡിറ്റേഷനുകൾ ഉണ്ട്, ബ്രീത്തിങ് എക്സസൈസുകൾ ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് എങ്ങനെയാണ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള കംപ്ലീറ്റ് ഗൈഡൻസ് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പൊ അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യണം വെച്ചാല് ആ ഗൈഡൻസ് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഗൈഡഡ് ആയിട്ടുള്ള ബ്രീത്തിങ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നത്.
അതില്. അപ്പൊ നമ്മൾ ആ ഗൈഡൻസ് നിങ്ങൾ അത് ഓണാക്കി വെച്ചിട്ട് തന്നെ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം ആ പ്രോസസ്സ് കാര്യങ്ങള് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പൊ ഈ ബ്രീത്തിങ് എന്നുള്ളത് ഞാൻ പറഞ്ഞു നമ്മൾ യൂണിവേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് നമ്മുടെ ഇമോഷൻസ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ബ്രീത്തിന് പറ്റും. ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മളുണ്ടാവും ഒരു നെടുവീർപ്പിടുന്നു എന്ന് പറഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ശ്വാസം എടുത്ത് പുറത്തു വിടുന്ന സമയത്ത് ഒരു റിലാക്സേഷൻ കിട്ടും. നമ്മളെ ബ്രീത്തിൽ ഒരുപാട് ഇമോഷൻസ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമ്മളെ ബ്രീത്തിങ്ങിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഓവറായിട്ട് ഇമോഷണൽ മാനേജ്മെന്റ്, ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക്, നമ്മളെ തോട്ട് മാനേജ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് പലപ്പോഴും ഞാൻ പറയുന്നത് ലിവ് ഇൻ ദ മൊമെന്റ് അല്ലെ, നമുക്ക് ഈ പ്രസന്റിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് പറ്റണം അല്ലെ, ഈ മൊമെന്റിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. പക്ഷെ പലപ്പോഴും നമ്മൾ ഒന്നുകിൽ കഴിഞ്ഞ കാലത്തിലായിരിക്കും അല്ലെങ്കിൽ വരാനുള്ള കാലത്തിലായിരിക്കും ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. ഇതുള്ളതാണ് പലപ്പോഴും പലരുടെയും പ്രശ്നങ്ങൾ. അപ്പൊ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള സൊല്യൂഷൻ നമുക്ക് ഈ ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കിട്ടും. കാരണം നമ്മൾ ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ബ്രീത്തിങ് നമ്മളെ കൺട്രോളിൽ വരികയാണ്. അതേപോലെ തന്നെ ഇമോഷൻസ്, ഒരുപാട് നമുക്കുള്ളിൽ കെട്ടിക്കിടക്കുന്ന ഇമോഷൻസ് കാര്യങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ബ്രീത്തിങ് എക്സസൈസുകൾ. അപ്പൊ നമുക്ക് ഈ പല ആളുകൾക്കും ഉണ്ടാവുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവും. ഈ ശ്വാസം മുട്ടല് പോലെ, അലർജി, ആസ്മ ഇഷ്യൂസ് കാര്യങ്ങൾ, ഇതൊക്കെ ഉള്ള ആളുകൾക്ക് ബ്രീത്തിങ് എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്യുന്നത് വഴി ഇത് ഈ അസുഖങ്ങളിലൊക്കെ നല്ല കുറവ് കാര്യങ്ങൾ കാണാറുണ്ട് വെച്ചാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം കൂടിയാണത്. അലർജി, ആസ്മ ഇഷ്യൂസ് ഒക്കെ ഒരു 1 or 2 ഇയേഴ്സ് അതിന് അത്രത്തോളം ഞാൻ കൊണ്ട് നടന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഈ മെഡിറ്റേഷനും ഈ ബ്രീത്തിങ് എക്സസൈസ് കാര്യങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തത് വഴി കംപ്ലീറ്റ്ലി ഒഴിവായതാണ്. ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മാറി കിട്ടുന്നൊന്നും ഞാൻ ഒരിക്കലും തരൂല, വാഗ്ദാനം ഒന്നും തരൂല. കാരണം അത് ഓരോരുത്തരുടെ നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിക്ക് അനുസരിച്ച് നമ്മളെ ഉള്ളിൽ എന്ത് ഇമോഷൻസ് കാര്യങ്ങൾ വഴിയാണ് ഈ അസുഖങ്ങൾ കാര്യങ്ങൾ ഉണ്ടായത് അതൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. പക്ഷെ നമുക്ക് ഒരു പരിധി വരെ അതിനുള്ള ആശ്വാസം കാര്യങ്ങൾ കിട്ടും. പെട്ടെന്ന് ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാവും, ഇപ്പൊ നമുക്ക് കുറച്ചൊന്ന് നടക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ കാര്യങ്ങൾ വരുന്ന അങ്ങനത്തെ ഒക്കെ ആളുകൾക്ക് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് നല്ല ആശ്വാസം കാര്യങ്ങൾ കിട്ടും. അപ്പൊ ഈ ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളത് എപ്പോഴും നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് കാലി വയറ്റിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും നല്ലത് നമ്മൾ എണീറ്റ ഉടനെ തന്നെ ചെയ്യാന്നുള്ളതാണ്. എണീറ്റ ഉടനെ ആ ബെഡിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതേപോലെ തന്നെ മെഡിറ്റേഷന്റെ തൊട്ട് മുന്നേ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന് ഞാൻ പറഞ്ഞു നമ്മൾ കാലി വയറ്റിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. തന്നെ ബ്രീത്തിങ് തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു പ്രാണായാമം ഉണ്ട്, അതേപോലെ കപാൽഭാതി, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ബ്രീത്തിങ് എക്സസൈസുകൾ കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ടൊക്കെ ഞാൻ പറഞ്ഞു യൂട്യൂബ് കാര്യങ്ങളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അതെങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ചില ഇപ്പൊ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനത്തെ ടൈമിലൊക്കെ ചില ബ്രീത്തിങ് എക്സസൈസുകൾ കാര്യങ്ങൾ ചെയ്യുന്നത് ചിലപ്പോ ചില സമയത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ പറയലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നുള്ളത്. ബ്രീത്തിങ് എക്സസൈസ് ആവട്ടെ, മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്. കാരണം കുറെ സമയത്ത് ഒരൊറ്റ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാര്യങ്ങൾ വരും. അപ്പൊ ചില ബ്രീത്തിങ് പ്രാണായാമം ഒക്കെ ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളതും പറയലുണ്ട്. അപ്പൊ ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ബ്രീത്തിങ് എക്സസൈസ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മെഡിറ്റേഷന് മുന്നേ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നമുക്ക് നമ്മുടെ തോട്ടിനെ ഈ മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത ഏറ്റവും നല്ല റിസൾട്ട് കാര്യങ്ങൾ കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ലിവ് ഇൻ ദ മൊമെന്റ്, ഈ പ്രസന്റിലേക്ക് നമ്മളെ ഓരോ മൊമെന്റും അറിഞ്ഞ് നമുക്ക് ജീവിക്കാം. അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് സെഷൻസ് കാര്യങ്ങൾ കഴിഞ്ഞതാണ് അല്ലെ. അപ്പൊ ഓരോ മൊമെന്റിലും നമ്മൾ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനുള്ള പ്രാക്ടീസിങ്, നമ്മൾ വെറുതെ ഇവിടെ വന്ന് കേട്ടുപോയാൽ മാത്രം പോരാ, അതിനുള്ള പ്രാക്ടീസിങ് കാര്യങ്ങളിൽ പെട്ട ഒരു പ്രാക്ടീസിങ് ആണ് ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇമോഷൻസിന്റെ ക്ലൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാം. പലർക്കും ഉള്ളതാണ് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പിന്നെ അതാണ് പെട്ടെന്നുള്ള സങ്കടം വരുന്നത്, പെട്ടെന്ന് ദേഷ്യം വരുന്ന കാര്യങ്ങൾ, ഇമോഷൻസ് പെട്ടെന്ന് ട്രിഗർ ചെയ്തിട്ട് പെട്ടെന്ന് ഇമോഷൻസ് കാര്യങ്ങൾ നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷനിലും ഈ ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മൾ ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ
ഇതില് ഇപ്പൊ ചില സമയത്തുണ്ടാവും നമ്മള് എന്തെങ്കിലും ഒരു കാര്യത്തിന് പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന സമയത്ത് ആ ഓൺ ദ സ്പോട്ടിൽ ദേഷ്യം വരുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഓൺ ദ സ്പോട്ടിൽ നല്ല ഡീപ്പ് ബ്രീത്ത് അങ്ങ് എടുത്തിട്ട് റിലാക്സ് അതൊന്ന് റിലീസ് ചെയ്താൽ മതി. ആ ദേഷ്യം കാര്യങ്ങൾ പെട്ടെന്ന് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ചിലപ്പോൾ മക്കളോടായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട്, അല്ലെങ്കിൽ പാരന്റ്സിനോട് ഒക്കെ നമുക്ക് ചില കാര്യങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് പ്രത്യേകിച്ച് ചെറിയ മക്കളോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങ് റിയാക്ട് ചെയ്ത് പോവുകയും ചെയ്യും. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ വേദന, പക്ഷെ വേണ്ടി ഉണ്ടായിരുന്നില്ല, പറയേണ്ടി ഉണ്ടായിരുന്നില്ല, ഇനി എല്ലാ കാര്യത്തിനും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇതൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളതുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആദ്യം മുന്നേ ഇത് സെറ്റ് ചെയ്യുക. ഇനി ഞാൻ ദേഷ്യം വരുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ഞാൻ നന്നായിട്ട് ബ്രീത്ത് ഒരു 3 തവണ ഡീപ് ബ്രീത്ത് എടുത്ത് വിടുന്നതാണുള്ളത്. അപ്പൊ ആ ദേഷ്യം വരുന്ന സമയത്ത് തന്നെ നമ്മളെ ഉള്ളിൽ നിന്ന് ഈ ഒരു സാധനം വരും. നമ്മൾ പുറത്ത് റിയാക്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ഇത് നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചാല്, നമ്മളെ മൈൻഡിൽ ഇത് സെറ്റ് ആക്കി വെക്കുക. ഇനി ദേഷ്യം വരുന്ന സമയത്ത് ഇനി ഞാൻ ഇങ്ങനെ ചെയ്യും എന്നുള്ളത് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചാൽ പിന്നെ ദേഷ്യം വരുന്ന സമയത്ത് അത് നമുക്ക് ഓർമ്മ വരും. അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് പകരം ഈ കാര്യം നമ്മളൊന്ന് നന്നായിട്ട് ഡീപ് ബ്രീത്ത് എടുത്ത് റിലീസ് ചെയ്യുക. ഒരു 3 തവണ ചെയ്യുമ്പോൾ തന്നെ ആ ദേഷ്യം നമ്മളിൽ നിന്ന് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഒന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പെട്ടെന്നൊക്കെ ദേഷ്യം വരുന്ന ആളുകൾക്ക്. പിന്നെ ബ്രീത്ത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ യൂണിവേഴ്സും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ബ്രീത്ത് എടുക്കുന്ന സമയത്ത്, ഒരു വായു ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത്, ഈ വായു നമ്മളിപ്പോ ഒന്ന് ശ്വാസം എടുത്ത് നോക്കാം. ആ ശ്വാസം നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ശ്വസിക്കാനുള്ള വായു അതെങ്ങനെ, എവിടെന്ന്, എപ്പോ ഇവിടൊക്കെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്, അതൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളെ ഭൂമിയില് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തില് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ചുറ്റും ഈ വായുമണ്ഡലങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ അവിടെ ഇങ്ങനെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ ജീവന്റെ നിലനിൽപ്പ് അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഭൂമിയിൽ പ്രപഞ്ചത്തിലുള്ള ജീവന്റെ നിലനിൽപ്പായിക്കോട്ടെ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും നിലനിൽപ്പ് കാര്യങ്ങളായിക്കോട്ടെ, അതൊന്നും അല്ലെ ആകസ്മികമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തൊക്കെ സംഭവിച്ചതല്ല. അത് ഓൾറെഡി നല്ല രീതിയിൽ ഇങ്ങനെ അതൊക്കെ നിലനിൽപ്പിന് പ്രത്യേക അനുപാതങ്ങളും പ്രത്യേക പ്രമാണങ്ങളൊക്കെ ഉണ്ട്. അതിന് ആ ഒരു ഇതിൽ ഇങ്ങനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച രീതിയിലാണ് ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് ശ്വസിക്കാൻ വായു ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിക്കുന്ന സമയത്ത് അല്ലെ, ആ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഈ വായു ഇവിടെ ഉണ്ടാവുന്നു. ഇപ്പോ സൂര്യന്റെ ഒരു നിശ്ചിത അകലത്തില് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു, അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങളും കറങ്ങുന്നു. അതൊക്കെ എന്തുണ്ട്, നമ്മളെ ചുറ്റിലും ഈ വായുവിന്റെ പ്രസൻസ്, അതുപോലെ ഈ ജീവജാലങ്ങളുടെ നിലനിൽപ്പ്, ജീവന്റെ നിലനിൽപ്പ് കാര്യങ്ങൾക്കൊക്കെ എന്തുണ്ട് പ്രത്യേക ഇതിനൊക്കെ ഉള്ള റീസൺ മീൻസ് നമ്മളെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ നിലനിൽപ്പിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുന്ന സമയത്താണ് ഇപ്പൊ നമുക്ക് പ്രകൃതി ദുരന്തങ്ങളായിട്ടും അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളായിട്ടും പലതും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇതൊക്കെ അത്രയും ഭംഗിയിൽ ഓൾറെഡി സംവിധാനിച്ചു വെച്ചതാണ്. അപ്പൊ നമ്മള് ഇപ്പൊ കുറച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്നുള്ളത് അല്ലെ. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിങ്ങനെ ഓരോന്നിനും പറയുന്നത് വഴി നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിന് എന്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അപ്പൊ നാളെ ഇതൊക്കെ ഇത്രയും ഭംഗിയിൽ ഇവിടെ സംവിധാനിച്ചു വെച്ചില്ലേ. അല്ലെ സൂര്യനിൽ നിന്നും നിശ്ചിത അകലത്തിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഈ ചുറ്റിലും ഈ ഇത്ര അല്ലെ വോളിയത്തിൽ ഇത്ര ഇതില് എന്തുണ്ട്, വായു ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെയാണ്. ഇതൊക്കെ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ആക്കി വെച്ച് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട്, നമുക്ക് ആ ഒരു അല്ലെ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി എത്രത്തോളം മനോഹരമാക്കിയിട്ടാണ് നമ്മുടെ ക്രിയേറ്റർ ഇവിടെ എല്ലാം സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് വെറുതെ ഇങ്ങനെ അല്ലെ എന്റെ എന്താണ് കാല് തന്നതിന് നന്ദി, കൈ തന്നതിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് എന്ത് തന്നതിന് നന്ദി എന്ന് പറയുന്നതിന് പകരം നമ്മൾ ആ അറിഞ്ഞ് നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസത്തിനും നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, നന്ദി പറയാൻ തുടങ്ങും. അത് എഴുതുന്ന സമയത്ത് മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡിലാവുക. അപ്പോ നമ്മൾ ഓരോ സമയത്തും അറിഞ്ഞ് ശ്വാസം എടുക്കുന്ന സമയത്ത് ആ ഒരു ഗ്രേറ്റ്ഫുൾ ഫീലിങ്ങോട് കൂടിയിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊക്കെ ആലോചിച്ചിട്ട് നമുക്കറിയാം ദൈവിക സ്മരണ ഇല്ലാതെ മനുഷ്യ മനസ്സിന് സമാധാനം കിട്ടുകയില്ല എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ 5 നേരം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ 5 നേരം നിസ്കരിച്ച്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ദിക്ർ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന സമയത്ത് ആ സമയം മാത്രമല്ല
എന്ത് ദൈവിക സ്മരണ ഉണർത്തുന്ന സമയങ്ങള് നമ്മള് ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ഓരോ നിമിഷവും ആ സ്മരണ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സ്മരണ നമ്മളിൽ ഉണർത്തിക്കൊണ്ട് നമ്മൾ ശ്വസിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ ശ്വാസവും എന്തായിട്ട് മാറും? സ്മരണയിലായിട്ട് മാറും. ആ ദൈവിക സ്മരണയിലായിട്ട് മാറും. നമ്മുടെ ഓരോ ശ്വാസവും ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നും പിന്നെ ബുക്ക് എടുത്ത് എഴുതേണ്ട അവസ്ഥ വരൂല. പലപ്പോഴും പലർക്കും ഏറ്റവും ഉള്ള പ്രശ്നമാണ് ഇതിങ്ങനെ രാവിലെ ഇരുന്ന് എഴുതി ഉണ്ടാക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക. കുറെ കാലമായിട്ട് ബുക്കും പെന്നും ഇതിങ്ങനെ എഴുതി ഉണ്ടാക്കണം എന്നുള്ള പ്രശ്നം. പക്ഷെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ കുറച്ചൊക്കെ ഫസ്റ്റ് ഒക്കെ നമ്മൾ എഴുതി തന്നെ ഉണ്ടാക്കേണ്ടി വരും. ആ എഴുതി പ്രാക്ടീസ് ചെയ്ത് ഇത്തരത്തിലുള്ള ടാസ്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് പിന്നീട് നമുക്ക് എഴുതേണ്ട ആവശ്യം വരില്ല. ഓരോ മൊമെന്റിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ പരിവർത്തനം, അല്ലെ? ഒരു ചേഞ്ച് എന്നതിനപ്പുറത്തേക്ക് ലൈഫ് ലോങ് നമുക്ക് പരിവർത്തനം എന്ന് പറഞ്ഞാൽ ആ ലൈഫ് ലോങ് നമ്മളിൽ ആ ഒരു ഷിഫ്റ്റ് വരും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം? കുറച്ച് ഇങ്ങനെ എഴുതി ഞാൻ ശ്വസിക്കുന്ന ശ്വാസത്തിന് നന്ദി, ഞാൻ എടുക്കുന്ന എന്റെ വായുവിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് എഴുതേണ്ടി വരും. പക്ഷെ പിന്നീട് അത് നമ്മളിങ്ങനെ ഓരോ മൊമെന്റും ഇതുപോലെ ഇങ്ങനത്തെ തന്നിട്ടുണ്ടായിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു, അല്ലെ? ഒരു ദിവസം ഒരു 5 പ്രാവശ്യമെങ്കിലും മനസ്സറിഞ്ഞൊന്ന് എന്താണ് ശ്വാസം എടുക്കുക. അത് നമ്മൾ അറിഞ്ഞിട്ട് ഞാൻ ശ്വസിക്കുന്ന ഈ മാന്ത്രിക വായുവിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് അറിഞ്ഞ് ശ്വാസം എടുത്തോണ്ടിരിക്കുക. ഒരു ദിവസം ഒരു 5 പ്രാവശ്യമെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. അതെന്ത് ചെയ്യും? നമ്മുടെ ഓരോ ചിന്തകൾ പ്രാർത്ഥനയാണ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ഓരോ വാക്കുകൾ പ്രാർത്ഥനയാണ്, അല്ലെ? നമ്മളെ ഓരോ ചിന്തകൾ പ്രാർത്ഥനയാണ് എന്ന് പറയുമ്പോൾ ആ ചിന്തകൾ, അല്ലെ? ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ചിന്ത. അപ്പൊ എന്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളതാണ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം അത്രത്തോളം മനോഹരമായിട്ട് നമുക്ക് ചുറ്റിലും ഈ വായു ഇവിടെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. സൂര്യനിൽ നിന്നും ഒരു അകലം എന്തെങ്കിലും ആ അകലത്തിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് മൊത്തത്തിൽ മാറും, അല്ലെ? നമ്മൾക്ക് ചുറ്റിലുള്ള ഈ വായു കവചം കാര്യങ്ങളെന്നൊക്കെ അതിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ ബാധിക്കും. ഇവിടെയുള്ള ജീവന്റെ, അല്ലെ, നമ്മളിലുള്ള ഈ ജീവന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും. ഈ ജീവൻ നിലനിർത്തുന്നത് എന്താണ്? ഈ വായുവാണ്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഈ ഒരു കുറച്ച് സമയം അത് നമ്മളെ ചിന്തയിലേക്ക് കൊടുക്കുന്നു. ഈ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ചിന്തയിൽ നിന്ന് അത് എന്തായിട്ട് മാറും? ചിന്തയിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത് എന്ന് എപ്പോഴും പറയാറുണ്ട്, അല്ലെ? നമ്മൾ ഏതൊരു കാര്യത്തിന്റെയും തുടക്കം ചിന്തയിലാണ്. അപ്പൊ ചിന്തയിൽ മാറ്റം വരുത്തിയാലാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യത്തിലും മാറ്റം വരുത്താൻ പറ്റുക. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാല് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത് ചെറിയൊരു ശ്വാസത്തിന്റെ കാര്യമേ ഉള്ളൂ. പക്ഷെ ആ ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ശ്വാസം ഇടക്കൊന്ന് നമ്മൾ അറിഞ്ഞ് അനുഭവിച്ച് അതിനെ സ്നേഹിച്ച്, അല്ലെ, നമ്മളെ ക്രിയേറ്റർ എത്രത്തോളം ഭംഗിയിൽ സംവിധാനിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ശ്വാസമാണ് എനിക്ക് ഈ സമയത്ത് എന്നിലേക്ക്, അല്ലെ, എന്റെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ സംവിധാനിച്ചു വെച്ചിട്ടുള്ള ആ ഒരു വായു, അല്ലെ, അതാണ് ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. അത് ആ ഒരു ഭംഗി കാര്യങ്ങള് ആ ഒരു ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ചിട്ട് ആ ശ്വാസങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ശ്വാസത്തിനൊരു നമുക്ക് മധുരം ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കുന്ന പോലെ ആ ശ്വാസം എടുക്കുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ, നമ്മളെ മനസ്സിങ്ങനെ നിറയാൻ തുടങ്ങും, അല്ലെ? എത്ര ആളുകളുണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെ, എത്രയോ ആളുകളുണ്ട് കൃത്രിമമായിട്ടുള്ള മെഷീൻസിന്റെ ഇതിലൂടെ ഒക്കെ ശ്വാസം കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്നും വേണ്ട. അത് നമ്മൾ അത്രയും ഭംഗിയിൽ നമുക്ക് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ആ ശ്വാസത്തിന് ഇത്രത്തോളം ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം എന്താണ് നല്ല രീതിയിൽ ഇങ്ങനെ ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ച ആ ശ്വാസമാണ് നമ്മൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ആ ശ്വാസത്തിന് വരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ സ്നേഹിച്ചു തുടങ്ങും. ആ ശ്വാസത്തിലൂടെ നമ്മൾ ആരെ സ്നേഹിക്കാൻ പഠിക്കും? നമ്മുടെ സൃഷ്ടാവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ സൃഷ്ടാവിനെ സ്നേഹിക്കാൻ നമുക്ക് പല വഴികളുണ്ട്. അതില് ഒരു വഴിയാണ് ഈ ശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ എന്തുണ്ട്? അങ്ങനെ നമുക്ക് മക്കളിലൂടെ നമുക്ക് സ്നേഹിക്കാം, അല്ലെ? നമ്മളെ ഈ സൃഷ്ടാവിന്റെ സ്നേഹം എന്ന് പറയുന്നത് പലപ്പോഴും പറയലുണ്ട് 100ൽ 1 ഭാഗമാണ് ഈ സൃഷ്ടാവിന്റെ സ്നേഹത്തിന്റെ 100ൽ 1 ഭാഗമാണ് ഈ ചുറ്റുള്ള ആളുകളിലൂടെ നമുക്ക് കിട്ടുന്ന സ്നേഹങ്ങൾ മൊത്തം. അതിൽ 1 ഭാഗം 100ൽ 1 എന്നാ പറയാറുള്ളത്.
അപ്പൊ ആ സ്നേഹം നമ്മൾ ഫീൽ ചെയ്യുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വല്ലാത്തൊരവസ്ഥയിൽ എത്തുന്നുണ്ട്. അപ്പൊ അത് ചുറ്റുമുള്ള ആ സൃഷ്ടാവിന്റെ സ്നേഹം അപ്പൊ എത്രത്തോളം ഉണ്ടാവും, ഇതിന്റെ 100 മടങ്ങ് സ്നേഹം. അപ്പൊ നമുക്ക് തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെ, ഇങ്ങോട്ട് കിട്ടിയതിന്റെ കുറച്ചെങ്കിലും ഭാഗം അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ദൈവിക സ്മരണ എന്ന് പറയുന്ന സമയത്ത് ഇതും എന്താണ്, ആ അറിഞ്ഞ് ശ്വാസം എടുക്കുന്നത്, ആ സൃഷ്ടാവിനോടുള്ള സ്നേഹത്തോടെ ശ്വാസം എടുക്കുന്നത്, ഇതൊക്കെ സ്മരണ തന്നെയാണ്. ഈ സ്മരണയും നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോകും, നമുക്ക് ലൈഫിലുള്ള സമാധാനത്തിലേക്ക്, നമ്മളെ സന്തോഷത്തിലേക്ക് നമ്മൾക്ക് നയിക്കും. അപ്പൊ നിങ്ങളിപ്പോ 32 അല്ലെങ്കിൽ 35, ഓൾമോസ്റ്റ് 32 ഡേയ്സ് ആയി. ഈ 32 ഡേയ്സ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എനർജി ബ്രെത്ത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഈ ലെവലിലേക്ക് എന്താവും, നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം നമുക്കുള്ളില് ഞാൻ പറഞ്ഞല്ലോ ഇമോഷൻസ് കാര്യങ്ങള്, നമ്മൾ ആ ബ്രീത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുവഴി നമുക്ക് ഒരുപാട് റിലാക്സേഷൻസ് കാര്യങ്ങൾ, നമ്മളെ ഉള്ളിലുള്ള ഇമോഷൻസ് റിലീസ് ചെയ്യാനും അങ്ങനെ ഒരുപാട് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട്, അത് ഇനി 40 ഡേയ്സ് ആണല്ലോ ചെയ്യാനുള്ളത്, 40 ഡേയ്സ് കൊണ്ട് നിർത്താൻ പാടില്ല. അത് നിങ്ങൾ സ്ഥിരമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ വീഡിയോ കണ്ട് പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ നിർത്താതെ നിങ്ങൾ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഓരോ നിമിഷവും നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ആ മനസ്സറിഞ്ഞ്, അല്ലെ, നമ്മൾ ആ ശ്വാസം അറിഞ്ഞ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത്, ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓക്കെ, അതിനൊക്കെ അപ്പുറത്തേക്ക് ആ വായു, നമുക്കിപ്പോ ശ്വസിക്കാനുള്ള വായു ഇവിടെ സംവിധാനിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഭംഗി കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ആലോചിച്ച് ആ ഒരു സൃഷ്ടാവിന്റെ ആ ഒരു സൃഷ്ടിപ്പിന്റെ ഭംഗി കാര്യങ്ങളൊക്കെ ഒന്ന് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്തിട്ട് ആ ശ്വാസം എടുക്കുന്ന സമയത്ത് ആ ശ്വാസം എന്തായിട്ട് മാറും, സ്മരണയുള്ള ശ്വാസമായിട്ട് മാറും. അത് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ നമുക്ക് തരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രീത്തിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് മെഡിറ്റേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇന്ന് എനർജി ബ്രീത്തിങ്ങിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോകുന്നില്ല, ബ്രീത്തിങ് തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഒന്ന് റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് റെഡി ആയിട്ടിരിക്കാം കേട്ടോ. വീഡിയോ മോഡില് ജസ്റ്റിനെ മാത്രമേ കാണണം. എടുക്കുന്ന ഈ ബ്രീത്തിങ് മെഡിറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ബ്രീത്ത് എക്സസൈസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് നട്ടെല്ല് നിവർത്തിയിട്ട്, നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന പോലെ തന്നെ നട്ടെല്ല് നിവർത്തിയിട്ട് ഇരിക്കാം. കൈകൾ മുദ്രയിൽ തന്നെ കീപ്പ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല്, നമ്മൾ മെഡിറ്റേഷന്റെ തുടക്കത്തിൽ ഉണ്ടാവലുണ്ട് സാധാരണ, പക്ഷെ അത് വേറെ തന്നെ ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒന്ന് ആ ബ്രീത്ത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടൊന്ന് എടുക്കാം. അപ്പൊ ഈ കേട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സാധാരണ വെറുതെ ബ്രീത്ത് എടുക്കുന്ന പോലെയല്ല, ആ ശ്വാസത്തെ അറിഞ്ഞ് അനുഭവിച്ചൊന്ന് ആ ബ്രീത്ത് എടുക്കാം. ആ സൃഷ്ടാവിന്റെ സ്നേഹം ആ ബ്രീത്തിലൂടെ നമുക്ക് അകത്തേക്ക് കയറ്റാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെക്കാം ആൻഡ് മെല്ലെ റിലീസ് ചെയ്യാം. once again take a deep breath in. ആ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ആ ബ്രീത്തിലെ ആ ഒരു സ്നേഹം ഫീൽ ചെയ്തിട്ട്, ഇതെന്റെ ജീവന്റെ താളമാണ്, എന്റെ ജീവൻ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. ആ ഒരു ഇഷ്ടം ഫീൽ ചെയ്തിട്ട് ആ ഇഷ്ടത്തോട് കൂടിയിട്ട് ആ ബ്രീത്ത് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഉള്ളിലേക്ക് എടുക്കാം, ഡീപ്പായിട്ട് എടുക്കാം. കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെച്ച് മെല്ലെ റിലീസ് ചെയ്യാം. once again take a deep breath in. ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക. ഈ യൂണിവേഴ്സും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ഈ ബ്രീത്തിങ്. യൂണിവേഴ്സിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി, എന്റെ സൃഷ്ടാവിൽ നിന്നുള്ള ആ ലവ് എനർജിയാണ് ഞാൻ ഈ ബ്രീത്തിലൂടെ, സൃഷ്ടാവിന്റെ സ്നേഹമാണ് ഞാൻ ഈ ബ്രീത്തിലൂടെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലവ് എനർജിയാണ് നമുക്ക് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്.
ആ ഉള്ളിലൂടെ ആ ശ്വാസം പോയി ആ വായു നമുക്ക് അകത്തേക്ക് കയറി. ലവ് നമ്മുടെ ഓരോ കോശത്തിലേക്കും അത് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാം. പുറത്ത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനകത്തും വളരെ മനോഹരമായിട്ടാണ് അതിന്റെ കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഈ ഓരോ ഓക്സിജൻ തന്മാത്രകളും നമ്മളെ കോശങ്ങളിലേക്ക് പോയി ഓരോ കോശത്തിന്റെ നിലനിൽപ്പിനും അത് അത്രയും ഭംഗിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്നില്, ഏതെങ്കിലും ഒരു കോശത്തിന് വർക്ക് ചെയ്യുന്നതിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നാൽ മതി നമ്മളെ ശരീരത്തിന്റെ ഘടനകളില്, ശരീരത്തിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വരാൻ. അപ്പൊ അത് അത്രയും മനോഹരായിട്ട് ഭംഗിയിൽ സെറ്റാക്കി വെച്ചതിന് മനസ്സറിഞ്ഞിട്ടൊന്ന് ശ്വാസം എടുക്കുക. ശ്വാസം സൃഷ്ടാവിന്റെ സ്നേഹമാണ് ഫീൽ ചെയ്യുക. ഈ പ്രപഞ്ചത്തിലുള്ള പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുക. അത് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് എടുത്ത് നമ്മുടെ ഓരോ കോശത്തിലേക്കും ആ എനർജി, ആ സ്നേഹം അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഓരോ കോശത്തിന്റെ നിലനിൽപ്പിനെയും ആ ഓരോ കോശത്തിന്റെ ജീവൻ നിലനിൽപ്പിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഓരോ കോശത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും നെഗറ്റീവ് എനർജീസോ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ആ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് അതിന്റെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത നമ്മുടെ ശരീരത്തിനകത്തുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ആ ശ്വാസത്തിലൂടെ പുറത്തു വിടുന്ന. വൺസ് അഗെയിൻ അറിഞ്ഞ് അനുഭവിച്ച് ആ സ്നേഹത്തോട് കൂടിയിട്ട് ആ ശ്വാസം എടുക്കാം. ഇതെന്റെ ശ്വാസമാണ്, എന്റെ ജീവന്റെ താളമാണ്. വെരി ഗുഡ്. ആ സ്നേഹം, ആ ലവ് എനർജി നമ്മുടെ ബോഡിയിൽ സ്പ്രെഡ് ചെയ്ത് ബോഡിയിൽ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ അവിടെ എല്ലാം അത് പോയിട്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മളൊരു പുതിയ നമ്മളാക്കി മാറ്റുന്നതായിട്ട് നമുക്ക് കാണാം. ബോഡി നന്നായിട്ട് റിലാക്സ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. നന്നായിട്ട് റിലാക്സ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ ശ്വാസത്തിന് നന്ദി പറയാം. ഞാൻ ശ്വസിക്കുന്ന എന്റെ വായുവിന് നന്ദി. ഇതെല്ലാം ഇത്ര ഭംഗിയിൽ ഇവിടെ സംവിധാനിച്ചു വെച്ച നമ്മുടെ സൃഷ്ടാവിനോട് നന്ദി പറയാം. നമ്മുടെ ശരീരത്തിനോട് നന്ദി പറയാം. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ചുറ്റും, നമുക്ക് അകത്തും പുറത്തും എല്ലാം ഉണ്ട്. അവയോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. യെസ്, നന്നായിട്ട് ഡീപ് ബ്രീത്ത് എടുത്ത് കണ്ണ് തുറന്ന് തിരിച്ചു വരാം. ഓക്കെ, എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.